സൂംബയിലെ വസ്ത്രധാരണമടക്കം മതപരമായ വിയോജിപ്പ് ഉണ്ടെന്ന് ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് അബ്ദുള്ള ബാസിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിക്കുന്ന കുട്ടികൾക്ക് ആണോ പെണ്ണോ എന്ന ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് സംഘടനയിലെ നേതാക്കളുടെ അഭിപ്രായം. സൂംബ പരിശീലിപ്പിച്ചാൽ തങ്ങളുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻറ് ഓർഗനൈസേഷനും. സൂംബ നൃത്തം പൊതുവിദ്യാലയങ്ങളിൽ പരിശീലിപ്പിച്ചാൽ അത്തരം വിദ്യാലയങ്ങളിൽ തങ്ങളുടെ മക്കളെ അയക്കില്ലെന്നാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷന്റെ നിലപാട്. കുട്ടികളെ മാറ്റി നിർത്തുമെന്ന ഭീഷണി കൂടി ഉയർത്തുകയാണ് സംഘടന. വളരെ വൾഗറായ വസ്ത്രധാരണം അതിൽ കാണാൻ സാധിക്കും. ആ സംസ്കാരത്തിൽ അല്പവസ്ത്രം എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. ആ സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ അയക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴും പറയുന്നു, അത്തരം ഒരു സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ അയക്കാൻ ഇപ്പോഴും ആരും ഉദ്ദേശിക്കുന്നില്ല. സൂംബ നൃത്തത്തിലെ വസ്ത്രധാരണത്തോട് കടുത്ത വിയോജിപ്പുണ്ട് സംഘടനയ്ക്ക്. വസ്ത്രധാരണം മാത്രമല്ല, മതപരമായ വിയോജിപ്പ് കൂടിയുണ്ടെന്ന് തുറന്നു പറയുകയാണ് വിസ്ഡം. കുട്ടികൾ തുള്ളിച്ചാടിയാൽ ടെൻഷൻ കുറയുമോ എന്ന ചോദ്യവും സംഘടന ചോദിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ, മന്ത്രിമാർ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ നോക്കുമ്പോൾ, അധ്യാപകർ മുഖേന ലഭിച്ച ലിങ്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലെല്ലാം വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിയോജിപ്പിന്റെ മേഖലയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനോടുള്ള വിയോജിപ്പ് പറഞ്ഞത്. ഈ നിലക്ക് സാംസ്കാരികമായി മതപരമായി നമുക്ക് വിയോജിപ്പുള്ള ഒരു കാര്യം സൂംബയോട് മാത്രമല്ല വിസ്ഡത്തിന് വിയോജിപ്പ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിഷയത്തോടും മുഖം തിരിഞ്ഞ നിലപാടാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിക്കുന്ന കുട്ടികൾക്ക് തങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയില്ലെന്നാണ് വിസ്ഡത്തിന്റെ നിലപാട്. പരിഷ്കൃത സമൂഹത്തിൽ പ്രാകൃത ആശയങ്ങളും ചിന്തകളും പ്രചരിപ്പിക്കുകയാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ എന്ന സംഘടനയെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. ജനം, കോഴിക്കോട്.